ഹായ്, ഇന്നൊരു സിമ്പിൾ ഡിസൈൻ ഉണ്ട് നമ്മൾ നോക്കാൻ പോണത്. അപ്പം നഖത്തിൻ്റെ ആ ഭാഗമാണ് ഞാൻ ആദ്യം വരക്കണത്. വരച്ചിട്ടില്ല കാര്യമൊന്നുമില്ല, ഞാൻ പകുതി എത്തുമ്പോൾ വായിച്ചാൽ രണ്ടാമത് ലാസ്റ്റ് വരയ്ക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഈ വരക്കണ ടൈമുണ്ട്, നഖമൊക്കെ വരക്കണ ടൈമുണ്ട്. ഞാനൊരു കാര്യം പറയാം കേട്ടോ. ഞാൻ ഫ്രീ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. താല്പര്യമുള്ളവരൊക്കെ കമ്മ്യൂണിറ്റി ലിങ്ക് വഴിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഡിസൈൻ ഉണ്ട് ഇന്നത്തേത്. പിന്നെ ഫ്രീ ക്ലാസ് വരുന്നത് ബേസിക് മുതൽ അഡ്വാൻസ് വരെ പക്ക പഠിച്ചു കഴിഞ്ഞാൽ പക്ക അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിസൈനുകളൊക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡിസൈൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 6 ലൈൻ വരച്ചെടുക്കാം. ആറ് ലൈൻ വരച്ച് നടുവീത്തെ ലൈന് 2 ലൈന് ഡബിൾ ലൈന് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്സ് വരക്കുക. ഏറ്റവും അടിയിലും വരക്കണം അപ്സ്, മേലയിലും വരക്കണം അപ്സ്. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അടിയിൽ അപ്സ് വരക്കുക. അപ്പം ആ അപ്സ് നന്നായിട്ട് ക്ലിയറായിട്ട് വരക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതുമ്മേൽ കൂടി അപ്സ് വരച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നിൽക്കൂട്ട. അതെപ്പോഴും പറയാറുള്ളതാണ്. അടിയിൽ അപ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ മേലയിലും അപ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇങ്ങനെ ചെറിയൊരു ഡോട്ട്സ് അല്ലെങ്കിൽ ഒരു ലൈൻ പോലെ വരച്ചിട്ട് അതിൻ്റെ അരത്ത് കൂടി ഇങ്ങനെ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് അപ്സ് വരച്ച് പോവാം കേട്ടോ. ഈ അപ്സൊക്കെ വരച്ചിട്ട് ഏറ്റവും അടിയിലേക്ക് തന്നെ വരാം. അടിയിലേക്ക് വന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്സ് ഇല്ല ആ ഭാഗത്തേക്ക് ഉണ്ടാവുന്നതല്ലാണ്ട് ഏറ്റവും അടിയിലേക്ക് പോകാനല്ല. അപ്പോൾ അപ്സ് വരച്ചെടുത്തേക്ക് വന്നിട്ട് അവിടെ ഒരു 3 ഫ്ലവർ കൊടുക്കാം കേട്ടോ. മൂന്ന് ഫ്ലവർ എന്ന് ഉദ്ദേശിച്ചത് വലിയൊരു ഫ്ലവർ ഒന്നല്ല. നമ്മൾ എന്താ പറയുക, സാധാ ചെറിയ ഡിസൈനിലൊക്കെ യൂസ് ചെയ്യണം. കൂടുതലും ഫ്രിൽസ് വരച്ചിട്ട് അപ്സ് കൊടുത്തിട്ടുള്ളൊരു ഫ്ലവറാണ്. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കലുണ്ട്. ആ ഒരു ഫ്ലവറാണ് ചെറിയൊരു സിമ്പിൾ ഡിസൈൻ, നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റും. ഒരു പാർട്ടി വെയർ ഡിസൈൻ എന്നൊക്കെ പറയും. അപ്പം അപ്സ് കൊടുത്തിട്ട് ഒരു 3 ഇങ്ങനെ 2 വരച്ചിട്ട് നടുവിലൊരു ഫ്ലവറും കൊടുത്തിട്ടുള്ളൊരു സ്റ്റോപ്പ് ചെയ്യാനൊരു ഡിസൈൻ ഉണ്ട്. ഒരു ഫ്ലവറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിൽ. അപ്പം ആദ്യം കൊടുത്തിട്ടുള്ള ഫ്ലവർ നമ്മളെ തള്ളവരലിൻ്റെ ഭാഗം വരുന്ന ഭാഗത്തായിട്ടാണ് ആ ഒരു ഫ്ലവർ നിൽക്കേണ്ടത് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ മേലിൽ കൊടുക്കുന്ന ഫ്ലവർ നിൽക്കേണ്ടത് നമ്മളെ ചെറിയ വിരലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വലിയൊരു ഫ്രിൽസ് വരക്കാം. എന്നിട്ട് അതിനൊന്ന് ലാസ്റ്റ് ഭാഗമായിട്ടൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ചുറ്റി നമ്മൾ നേരത്തെ വരച്ച ഫ്ലവറില്ലേ, ആ ഫ്ലവർ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് വരച്ചൊക്കെയുള്ള ഒരു 3 വരച്ചെടുക്കാം. അപ്പോൾ ഈ 3 ഫ്ലവർ വരച്ചിട്ടുള്ള അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പില്ലേ, അവിടെ ഞാൻ ലാസ്റ്റായിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പെട്ടിട്ടില്ല. ഒരു ചെറിയ ലീഫ് അങ്ങനെ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പോട്ടെ, നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാം. ഒരു ലൈൻ ഇങ്ങനെ നമ്മളെ മോതിര വിരലിൻ്റെ അവിടേക്ക് ഒരു ലൈൻ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ലൈന് പകുതി വെച്ച് നിർത്താം. എന്നിട്ട് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നഖം വരച്ചിട്ട് ലാസ്റ്റ് മായിച്ചളയുന്നപ്പോൾ ഞാൻ മായിച്ചളഞ്ഞിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി ഇടുമ്പോൾ അത് കയ്യുമ്മ വരുന്ന നഖത്തിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തത്. ഡിസൈനല്ല, നമുക്ക് ബാക്ക് ഹാൻഡ് വേണ്ടേ. അപ്പം അമ്മ അങ്ങനെ ഒരു നഖം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 6 ലൈൻ വരച്ചിട്ട് നടുവീത്ത് 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് കൂടി ഒരു ചെറിയ ലൈൻ കൊടുക്കുക. ഈ ഒരു മോതിര വരലും മേലിട്ടാ.
എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണ വെയിൻസാണ്. അപ്പോൾ വെയിൻസ് ഇറക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൃത്തിക്ക് ഇറക്കാൻ നോക്കുക. ഞാൻ അത്ര വൃത്തിയായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ഇറക്കാൻ നോക്കാം, പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനെന്തോ അത്ര വൃത്തിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, എന്നാലും എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല എൻ്റെ ഈ ഒരു ഡിസൈന്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഈ വെയിൻസ് ഫുള്ളാക്കി വരച്ചെടുക്കാം കേട്ടോ ഈ ലൈനുമ്മൽ. ഞാൻ അടുത്ത ഡിസൈൻ പാകുമ്പോഴാണിത് നമ്മളെ ചൂണ്ട വിരലിൻ്റെ ആ ഭാഗത്തുണ്ടാ, അതിനെ നഖം വരച്ചെടുത്തിട്ട് അവിടെ നമുക്ക് ഒരു 4 ലൈൻസ് വരച്ചു കൊടുക്കുക. നടുവീത്ത് 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കുക. 6 വരച്ചെടുത്തിട്ട് തിക്ക് ചെയ്ത് കൊടുക്കണം. 4 അല്ല കേട്ടോ, 6 ലൈൻ വരച്ചെടുത്തിട്ട് നടുവീത്ത് 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അടിയിലും അപ്പോൾ വിരലിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു 4 ലൈൻ കൊടുത്തിട്ട് നടുവീത്ത് 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് വെയിൻസ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അടുത്ത ഡിസൈനിൻ്റെ ഭാഗം വരുന്നത് നമ്മളെ തള്ളവിരലിൻ്റെ ആ ഭാഗത്താണ്. അതിന് 4 ലൈൻ വരച്ച് കൊടുക്കുക, നടുവത്ത് 2 ലൈൻ തിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിഭാഗത്തും ചെയ്തിട്ട് ഇതേപോലെ തന്നെ വെയിൻസ് കൊടുക്കുക കേട്ടോ. ഇതിന് നമ്മൾ വെയിൻസ് എന്നാണ് അടി വരക്കണ ഡിസൈനിനെ പറയണേ കേട്ടോ. തള്ളവിരലിൻ്റെ അവിടെ നിന്ന് ചൂണ്ട വിരലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കൊടുത്തിട്ടുള്ള വെയിൻസ് ഇങ്ങനെ അടിയിലേക്കായിട്ടാണ് നമ്മൾ ഇത്ര നേരം കൊടുത്തിരുന്ന വെയിൻസിൻ്റെ ലീഫ് മേലേക്കായിട്ടാണ് നിൽക്കണേ. ഇത് ഞാൻ അടിയിലേക്കാക്കിയിട്ട് കൊടുത്ത്. വെയിൻസ് വരച്ച് കഴിഞ്ഞതിന് ശേഷം തള്ളവിരലിൻ്റെ അവിടെ നിന്ന് ചൂണ്ട വിരലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് അത് നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ചെറുതും വലുതായിട്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുത്ത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഡിസൈന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് 3 ഫ്ലവർ രണ്ടാമത് വരച്ചില്ലേ, അതിൻ്റെ ഒരു സൈഡിൽ ഗ്യാപ്പ് പോലെ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും ഡിസൈനായിട്ട് കൊടുക്കാം കേട്ടോ. അത് ഞാൻ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ്. അത് ഞാൻ എന്തായാലും ഷോർട്സ് ഇടുന്നുണ്ട്, അന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചപ്പോൾ നമ്മൾ തള്ളവിരലിൻ്റെ ഭാഗത്ത് വരച്ചില്ലേ, ആ ഒരു വെയിൻസ് അത്ര പോരാ. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നും കൂടി വരക്കണുണ്ട് കേട്ടോ അവിടെ. നമ്മൾ ഇട്ട് പിടിക്കുമ്പോൾ എന്തോരം വേണമെങ്കിലും മായ്ക്കുക, പക്ഷെ വേറൊരാളെ കൈമേലിടുമ്പോൾ നമ്മളിങ്ങനെ മായ്ക്കുമ്പോൾ സ്റ്റെയിൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മായ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ മായ്ക്കണം, അല്ലെങ്കിൽ സ്റ്റെയിൻ ഒരു ഇത്തിരി നേരം കഴിഞ്ഞിട്ട് വൃത്തിയിലല്ല ആ ഭാഗം എന്ന് പറഞ്ഞിട്ട് മായ്ച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റെയിൻ വരും കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോൾ ശ്രദ്ധിച്ച് നല്ല വൃത്തിക്ക് പതുക്കെ ഇടുക, സ്പീഡിലിടണ്ട. ഒരിക്കലും മൈലാഞ്ചി നമുക്ക് സ്പീഡിലിട്ട് കഴിക്കാൻ പറ്റൂല. അപ്പം നമുക്ക് പതുക്കെ സാവധാനം ഇട്ടിട്ട് പഠിക്കണം. പഠിക്കാൻ അത്ര ഒരാൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്പീഡിലിടണ്ട, പതുക്കെ തന്നെ ഇട്ടാൽ മതിട്ടാ. അപ്പോൾ ഇത് മായച്ചു കൊടുത്തിട്ട് രണ്ടാമതും വെയിൻസ് വരച്ചെടുക്കണം കേട്ടോ.
അപ്പം ഇന്നത്തെ ഈ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ. ആറ് നമ്പറും ഒരാൾക്കും കിട്ടൂല, കാരണം എനിക്ക് മാത്രം കിട്ടുള്ളൂ നമ്പർ. അപ്പോൾ ധൈര്യമായിട്ട് എന്താ പറയുക, ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിട്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം, ലിങ്ക് ആയി അതിൽ പറയണ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാനപ്പോൾ മെയിൻ ഗ്രൂപ്പിൽ കേടാക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യാൻ നോക്കട്ടെ. ഈ മാസം ലാസ്റ്റോടുകൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും ഒന്ന്. താങ്ക് യു.